ഹലോ, വെൽക്കം ടു ജാനൂസ് വേൾഡ്. ഒരു സൺഡേ വ്ളോഗായിട്ടാണ് കേട്ടോ അന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ രാവിലെ എണീറ്റ് ഉടനെ ബ്രഷ് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് വെള്ളം കുടിക്കാൻ കേട്ടോ. വെള്ളം കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പാൽ ചായ, അത് എന്നും നിർബന്ധമാണ്. അതിങ്ങനെ ആസ്വദിച്ച് കുടിക്കാൻ പ്രത്യേക ഒരു രസമാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റിട്ടുള്ളത് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതാ ജാനിയമ്മ എണീച്ച് മടിയിൽ വന്നിരുന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇരുന്ന് ടി വി കാണാൻ കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ എന്നും രാവിലെ ആയാൽ സൂര്യ മ്യൂസിക്കിൽ ഇങ്ങനെ പാട്ട് ഇങ്ങനെ ഇടും. നല്ല മൂവി സോങ്സ് എന്നും കേൾക്കാൻ ഭയങ്കര രസമാണല്ലോ അത് രാവിലെ തന്നെ. പിന്നെ ജാനീനെ കുറച്ചൊന്ന് റെഡിയാക്കിയിട്ട് ഞാൻ അവിടെ ഇരുത്തി. അപ്പോൾ പിന്നെ അവൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കളറിങ്ങും ഡ്രോയിങ്ങും ഒക്കെ ചെയ്തോളും. അവൾക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നോട് പറയാം, അമ്മ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുമോ, ഞാൻ കളർ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് ഈ വീഡിയോ കാണിച്ചു തരുന്നതായിട്ടാ. പിന്നെ ഞാൻ അടുക്കളയിലേക്കൊന്ന് പോയി നോക്കി എന്താണ് അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ അമ്മ ഇഡ്ഡലിയും ചട്നിയും സാമ്പാറും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുക്കളത്തെ പരിപാടി കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇന്നലെ ഞാനൊരു വീഡിയോയിൽ ഇട്ടിരുന്നു, ഞങ്ങൾ ആര്യവൈദ്യശാലയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ വെളിച്ചെണ്ണ, നമ്മൾ തലയിൽ താരനൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ പാടൊന്നും നോക്കാമല്ലോ. പിന്നെ എന്താ വാഷിംഗ് മെഷീനിൽ കുറച്ച് അലക്കാനുള്ള തുണിയൊക്കെ ഇട്ടിരിക്കുമ്പോഴാണ് സൊനായിട്ട് വന്നിട്ട് പറഞ്ഞത് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി തരുമോ. അപ്പോൾ അടുത്ത് ചായ ഉണ്ടാക്കാൻ പോയി. അങ്ങനെ അത് കഴിഞ്ഞ് ചായ കൊണ്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് നേരം ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുക. പിന്നെ സനാൻ്റെ തലയിലും ആ എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഇരുന്നു. ഇനി ഞങ്ങളുടെ തറവാട്ടമ്പലത്തിലൊരു പൂജയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ലഞ്ചൊന്നും ഉണ്ടാക്കണ്ട, ഫുഡൊക്കെ അവിടെയാണ്. പിന്നെ ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ച് ജാനിമോളുടെ പണിയൊക്കെ പരത്തിയിടൽ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കണേ. സൺഡേ ആയതുകൊണ്ടാണ് കേട്ടോ കുളിക്കാണ്ട് ചായ കുടിക്കുന്നത്. ഇനി പെട്ടെന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ പോവുകയാണ് കേട്ടോ, അമ്പലത്തിലേക്ക് പോവുകയാണ്. അച്ഛനും അമ്മയും പിന്നെ ഞങ്ങൾ 3 പേരും കൂടിയാണ് പോകുന്നത്. എന്നത്തെയും പോലെ ജാനി തന്നെയാണ് ഫ്രണ്ടിലിരിക്കുന്നത്, ഞങ്ങൾ ബാക്കിലാണ് കയറ്റുള്ളൂ അവൾ. അങ്ങനെ അമ്പലത്തിലെത്തിയതാണ് ഞങ്ങളുടെ തറവാട്ടമ്പലം. അവിടെ എല്ലാവരും ഉണ്ട്. രാവിലെ തൊട്ടേ തുടങ്ങിയ പൂജയാണ്. ഞങ്ങളെത്തുമ്പോൾ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് വിളമ്പിയിട്ടാണ്. അച്ചാർ, പപ്പടം, ഉപ്പേരി, അവിയൽ, കാള, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ അടപ്പായസം. എൻ്റെ ജാനിമോളാണെങ്കിൽ അച്ചാറും പപ്പടും ചോറും മാത്രം കഴിക്കുന്ന ആളാണ്. പിന്നെ ഒരു 4 മണിയായപ്പോഴേക്ക് നമ്മൾ തിരിച്ചു പോന്നു. പരിപാടി കഴിഞ്ഞിട്ടില്ല, നമ്മളിങ്ങോട്ടേക്ക് പോന്നു. പിന്നെ വീണ്ടും ഒരു ചായ, വൈകുന്നേരത്തെ ചായയാണ് കേട്ടോ അത്. അങ്ങനെ യാത്ര കഴിഞ്ഞ് വന്ന ക്ഷീണത്തിൽ ചായ കുടിക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു പഴം കഴിച്ചു. അപ്പോഴേക്ക് ജാനി സൈക്കിളായിട്ട് ഇറങ്ങിയിരിക്കണം. അവളെ സ്ഥിരം പരിപാടിയാണ്. വെക്കേഷൻ ആയപ്പോൾ പിന്നെ ഇതന്നെയാണ് പരിപാടി, കളി. അവളെ ഫ്രണ്ട്സും കൂടി ആണ്. ഞാനെന്തോ സൗണ്ട് കേട്ടപ്പോൾ പോയി നോക്കുന്നതാണത്. പിള്ളേർ റോട്ടിൽ കളിക്കുന്നതുകൊണ്ടേ നല്ല ശ്രദ്ധിക്കണമല്ലോ. പിന്നെ വൈകുന്നേരത്തെ പരിപാടിയിലേക്ക് മുറ്റടിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് അയൽമ തോരട്ടുണ്ടായിരുന്നു, അതെടുത്തു. സൺഡേ ആയതുകൊണ്ടാട്ടോ ഈ പരിപാടിയൊക്കെ എനിക്ക്, അല്ലെങ്കിൽ ഇതൊക്കെ അമ്മ ചെയ്യുന്നതാണ്. ഞാൻ ഉണ്ടാവില്ലല്ലോ വീട്ടിൽ, വർക്കിന് പോകുന്നത് കൊണ്ടേ. പിന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ സെക്ഷനായി മാറ്റി മാറ്റി വെക്കണം. സനാൻ്റെത് വേറെ, ജാനിയുടെ വേറെ, എൻ്റെത് വേറെ. അങ്ങനെ ഇതൊക്കെ മാറ്റി വെച്ച് ആ പരിപാടിയാണത്. പിന്നെ ജാനി ഡ്രസ്സ് അവിടെ ഇവിടെയൊക്കെ ഊരിടും. അവളെ പരിപാടി അതാണ്, പോയി വന്നിട്ട് ഊരിടുന്ന ഒരു സ്ഥലത്ത്. പിന്നെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉമ്മർത്ത് ഇങ്ങനെ പോയിരിക്കുക. അപ്പോൾ ജാനി വന്നിട്ട് വെള്ളമൊക്കെ കുടിക്കുക. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ രസമാണ്, നല്ല രസമല്ല. എല്ലാവരുമായിട്ട് ഇങ്ങനെ റോട്ടിലൂടെ പോകുന്നവരോടൊക്കെ വർത്തമാനം പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഞങ്ങൾക്കൊരു പാർട്ടി ഉണ്ടായിരുന്നു അടുത്തുള്ളൊരു വീട്ടിൽ, കല്യാണത്തിൻ്റെ. അപ്പോൾ അവിടേക്ക് പോകാൻ മാറ്റാൻ നിൽക്കുമ്പോഴാണ് അച്ഛൻ സിപ്പപ്പ് കൊടുന്നത്. ഭയങ്കര ചൂടല്ലേ, ഒന്ന് തണുപ്പിക്കാൻ വിചാരിച്ചു. അങ്ങനെ ജാനിയുടെ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് ഞാനും റെഡി ആയിട്ടാണ്. ഞങ്ങൾ മാത്രമല്ല പോണത്, എൻ്റെ പാപ്പന്മാരുടെ ഭാര്യമാർ, മേമ്മമാരുണ്ട്, അവരുടെ മക്കളുണ്ട്. അപ്പോൾ അവരൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ മാറ്റിയിരിക്കുക. അപ്പോൾ എൻ്റെ അമ്മയും ജാനിമോളും ഞാനും കേട്ടോ. ടാറ്റാ, ബൈ ബൈ.